ഇനി പരിപാടി കാണിക്കുവാണെങ്കിൽ പരിസരത്തോട്ടില്ല. പോണ്ടവർക്ക് പോവാം, ഞാനാരെയും പിടിച്ചു വെച്ചിട്ടില്ല. ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ പോവാം. ഹായ്, തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, എന്താന്ന് വെച്ചാൽ പറഞ്ഞോ, നമുക്ക് സെറ്റാക്കാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തിനാണോ വെറുതെ കള്ളം പറയണേ? ഒരു സൈക്കോളജി സ്റ്റുഡന്റിനോട് കള്ളം പറയണേ താൻ ഓർക്കണം. ഞാൻ പറഞ്ഞില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ? ഓ, ഇവനെന്താ പ്രശ്നം? നിനക്കെന്താ പ്രശ്നം? കാര്യം പറ. എന്താ പ്രശ്നം? പറ. എന്താ പ്രശ്നം? കാര്യം പറ. നമ്മളോട് തുറന്നു പറ. പറയടാ, നീ പറ. എന്താ പ്രശ്നം? ഈ ചങ്ങായിനെ കൊണ്ട് തോറ്റല്ലോ. എൻ്റെ പേര് നിർമ്മൽ. എനിക്കറിയില്ല വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് മീ. കഴിഞ്ഞ 6 മാസമായി എനിക്കെന്തോ പ്രശ്നമുണ്ടുള്ളിൽ. ബട്ട് കഴിഞ്ഞ ദിവസമാണ് അതെനിക്ക് മനസ്സിലാകുന്നത്. ഐ ഹാവ് ADHD. പക്ഷെ അതെന്തുകൊണ്ടെന്ന് അങ്ങനെയൊന്നുമല്ല ചാടണ്ട, ഇങ്ങനെ ചാടണം. അങ്ങനല്ല, ഇത് ഇങ്ങനെ 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 ചാടണം. നിനക്ക് ചാടാന്നറിയില്ല. എനിക്ക് ചാടാ അറിയുവാ. നീ ഇപ്പോഴല്ലേ കഴിച്ചത്? ഇവനാ? അല്ല, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ ഈ അവസ്ഥ നിൽക്കുമ്പോഴും എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചതവളല്ലേ? ചേടാ, എടോ എടോ സോറിടോ, ഞാനൊരു വല്ലാത്ത അവസ്ഥയിലാണ്. എടോ സോറിടോ, ഞാനൊരു വല്ലാത്ത അവസ്ഥയിലാണ്. എടോ, തനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? താനും തൻ്റെ ഒരു ചായയും. അപ്പൊ തനിക്ക് ദേഷ്യപ്പെടാനും അറിയാം. എടോ, തന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഐ ഹാവ് ADHD. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? നീ വല്ല ഡോക്ടറിനെ മെന്ററിനെ കണ്ടോ? അത് ഞാൻ ഗൂഗിൾ. ഒരു മിനിറ്റ്. ആ പറ. അത് വിട്. തനിക്കെന്താ പ്രശ്നം? തനിക്കൊരു പ്രശ്നമില്ല. നിനക്കിപ്പോൾ ഒരു ഫ്രണ്ടിനെ കിട്ടിയില്ലേ? ഇനി നമുക്ക് കുറച്ച് കമ്പനി അടിച്ച് നടക്കാം. നീ വരുമല്ലോ അല്ലേ? നേഹ. അല്ല, എൻ്റെ പേരാ പറഞ്ഞു, അന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ ഒരു ചായ. ഓക്കെ ചേട്ടാ, ചായ ഇപ്പൊ എങ്ങനെയാ? 2 ചായ അല്ലേ ചേട്ടാ? 2 ചായ. അപ്പൊ എങ്ങനെ, ഒരു ചായ വരട്ടെ? ചേട്ടാ, 2 ചായ. എടാ, നിന്നോട് ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഐ ഹാവ് ADHD. ഇപ്പൊ മുതലല്ല, ബിഫോർ വി മെറ്റ്. പക്ഷെ അത് നിന്നോട് എങ്ങനെ? ഇതെനിക്ക് നേരത്തെ അറിയാം. എങ്ങനെയാന്നല്ലേ? അന്ന് താൻ എന്നോട് എൻ്റെ വിഷമത്തെ പറ്റി സംസാരിച്ചപ്പോൾ ആ കോളിന് ശേഷം തനിക്ക് എന്തോ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. ഫേസ് ഒക്കെ കുറെ റെഡിയാക്കാൻ ശ്രമിച്ച് അക്സെപ്റ്റ് യുവർ ഐസ്. അത് മാത്രം കലങ്ങി കിടക്കുന്ന ഞാൻ കണ്ടു. ഐസ് ഓൺ ലൈസ് എന്നല്ലേ മിസ് സൈക്കോളജി. എടോ, തനിക്ക് ADHD ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. ബട്ട് തന്നുള്ളിൽ എന്തോ വിഷമമാണെന്ന് എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ എൻ്റെ വിഷമം മാറ്റാനല്ലേ താൻ ഇത്ര നാളെ എന്നോട് ടൈം സ്പെൻഡ് ചെയ്തേ. പക്ഷെ താൻ അറിഞ്ഞില്ല, എൻ്റെ പ്രശ്നം മാറ്റാനല്ല, മറിച്ച് തൻ്റെ ഉള്ളിലെ പ്രശ്നം മാറ്റാനും അതെനിക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ ശ്രമിച്ചത്. ഈവൻ ഇപ്പോൾ താൻ എന്നോട് ഇത് പറയണമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ആൻ ഇമ്പ്രൂവ്മെൻറ്റ്. പിന്നെ എന്നോടിത് പറയാനുണ്ടായ വിശ്വാസം, ദ ട്രസ്റ്റ്, അതെല്ലാം തന്നെയുള്ള വിഷമത്തെ മാറ്റുകയാണ്. പിന്നെ എടോ, ഒരാൾക്കും ഒരാളുടെയും വിഷമം പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയില്ല. പക്ഷേ എന്നെപ്പോലെ ഗൂഗിൾ ഫ്രണ്ട് ഉണ്ടല്ലേ, അതെല്ലാം ശരിയാകും. അതോ, അതെനിക്ക് മൂഡ് സ്വിങ്സിനെ പറ്റിയൊരു മണ്ടത്തരം. ചെസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പറയുമ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് ആണ്. അപ്പോഴാണ് എൻ്റെ ADHD. എന്നാ വാ പോവാം. എന്തായാലും ഈ ലോകത്ത് ചായ കുടിച്ച തീരാത്ത പ്രശ്നമൊന്നുമില്ല അല്ലേ?